കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കോളർഷിപ്പ് വിതരണവും അവധിക്കാല ക്യാമ്പും സംഘടിപ്പിച്ചു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നടത്തുന്ന സ്പോൺസർഷിപ്പ് കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. സ്പോൺസർഷിപ്പിലെ അംഗങ്ങളായ 100 കുട്ടികൾക്ക് ഏകദിന ക്യാമ്പും സ്കോളർഷിപ്പ് വിതരണവുമാണ് നടത്തിയത്. കൊച്ചി രൂപത വികാരി ജനറലും കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ മോൺസിഞ്ഞോർ ജോണി കണ്ടനാട്ടുതറ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരെയും ഒന്നിച്ചു കാണാൻ സാധിച്ചതിലും നിങ്ങളോട് സഹകരിക്കാൻ സാധിച്ചതിലുമുള്ള സന്തോഷവും ക്ഷണിച്ചതിനുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ധാരണയനുസരിച്ച് അറിവനുസരിച്ച് ഇതിൽ 96 കുട്ടികളാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ആരെങ്കിലൊക്കെ ഇന്ന് ആബ്സെൻ്റ് ആയിരിക്കാം. ഈ 96 പേര് വലിയ ഒരു നമ്പറിൻ്റെ ബാക്കിയാണ്. 30 വർഷങ്ങളിൽ അധികമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ചൈൽഡ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം. കൊച്ചി രൂപതയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമായിരുന്നു ഇത്. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും ഒരു പ്രോജക്റ്റുമായിരുന്നു. എന്നാൽ 30 വർഷത്തിനിടയിൽ പല കാരണങ്ങൾ കൊണ്ട് അത് ശോഷിച്ച് ഇപ്പോൾ നമ്പർ ഇതിൽ 100-ൽ താഴെ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, അർഹരായവരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വികാരിയച്ഛന്മാരുടെ ശുപാർശയോടുകൂടെ കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ജീസസ് യൂത്ത് ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തി. ഇതിനോടൊപ്പം തന്നെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ പരിശീലനങ്ങളും നടന്നു. കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പഠന സഹായമായി സ്കോളർഷിപ്പും നൽകി. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജോസി കണ്ടനാട്ടുതറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി മുൻ ഡയറക്ടറും സെന്റ് ജോസഫ് ബദലഹം ചർച്ച് വികാരിയുമായ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണവും കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോയ്സ് ചെറുതയിൽ ആശംസയും അറിയിച്ചു. യോഗത്തിൽ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഫാദർ ജയ്ഫിൻ ദാസ് കട്ടിക്കാട് സ്വാഗതവും അസിസ്റ്റന്റ് ഡയറക്ടർ റോസ്മി അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു. ചൈൽഡ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം എന്നാണ് നമ്മളുടെ പരിപാടിയെ മൊത്തത്തിൽ ഒന്ന് വായിക്കുന്നത്. സഭയിൽ ചൈൽഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൈൽഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വിശുദ്ധൻ ആർക്കെങ്കിലും പറയാവോ? അങ്ങനെ ഒരു വിശുദ്ധൻ നമ്മുടെ നാട്ടിലുണ്ട്, ഈ ലോകത്തിലുണ്ട്, സഭയിലുണ്ട്. മാക്സിമിലിയൻ കോൾബെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പലരുമൊക്കെ പല പ്രാവശ്യമൊക്കെ കേട്ടിട്ടുള്ളതാണ്. പോളണ്ടിലെ ഒരു വൈദികനായിരുന്നു മാക്സിമിലിയൻ കോൾബെ. വൈദികനായിരിക്കെ അദ്ദേഹം യഹൂദനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിടിക്കപ്പെട്ടു. പോളണ്ടിലെ നാസി ക്യാമ്പിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ടു. ഒരു തടവ് പുള്ളി സ്വയം രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ തടവ് ചാടുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.